ഫ്ലവേഴ്സ് ആൻഡ് ലീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ക്രീമി പ്രോൺ സാലഡ്, ഗോൾഡൻ ബട്ടർ ഷ്രിംപ് റെയിൻബോ ക്രഞ്ച് സലാഡ്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ഇതൊരു നല്ല സൂപ്പർ സാലഡാണ്. ഇത് കണ്ണിനും വയറിനും ഒരുപോലെ ഇമ്പമുള്ള വിഭവമാണ്. അപ്പം നമ്മുടെ ഗോൾഡൻ ബട്ടർ ഷ്രിംപ് റെയിൻബോ ക്രഞ്ച് സലാഡ് ഉണ്ടാക്കാനുള്ള കൂട്ടുകൾ നോക്കാം. ഫ്രഷ് ബ്രക്കോളി ഒരെണ്ണം, മഷ്റൂം ഒരു പാക്കറ്റ്, ഫ്രഷ് ക്യാരറ്റ്, കാപ്സിക്കം 3 കളറും, കുക്കുംബർ ആവശ്യത്തിന്, 1/2 കിലോ ഫ്രഷ് ചെമ്മീൻ വൃത്തിയാക്കിയത്, ഫ്രഷ് ക്രീം, കൊറിയൻ ഗോചുജാങ് സോസ്, ഇറ്റാലിയൻ സീസണിങ്, റെഡ് ചില്ലി ഫ്ലേക്സ്, ഡാർക്ക് സോസ്, ബട്ടർ, 5-6 ഇല്ലി വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്, ബ്രക്കോളി മുറിച്ച് വെച്ചിട്ടുണ്ട്, ക്യാരറ്റും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, മഷ്റൂം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, കാപ്സിക്കം 3 അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കുറച്ച് വലിയ പീസാക്കിയിട്ട്, ഒരു 5-6 വെളുത്തുള്ളി അല്ലി എല്ലാം എടുത്തു വെച്ചതിന് ശേഷം ചൂടായ വെള്ളത്തിലേക്ക് മഷ്റൂം ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. ഒന്ന് തിളച്ചതിന് ശേഷം എടുത്തു മാറ്റുക. ബ്രൊക്കോളിയും ഒന്ന് തിളപ്പിച്ചെടുക്കുക. കൂടുതൽ സമയം വേവേണ്ടതില്ല, 2 മിനിറ്റ് മതിയാകും. തിളച്ചതിന് ശേഷം വെള്ളം വാലാൻ വയ്ക്കുക. ഇനി ചൂടായ പാനിലേക്ക് ബട്ടർ ഇടാം. 2 പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. അത് മെൽറ്റ് ചെയ്ത ശേഷം അതിലേക്ക് വെളുത്തുള്ളി അല്ലി ഇടാം. ഇളക്കി വഴറ്റിയ ശേഷം ചെമ്മീൻ ഉണ്ടല്ലോ, ചെമ്മീൻ പച്ചക്ക് തന്നെയാണ് ഇടുന്നത്, മാരിനേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി വേവിച്ചെടുക്കുക. ബട്ടറിൽ കിടന്ന് ചെമ്മീൻ ഒന്ന് വേവായിട്ടുണ്ട്. അധികം വേവാതെ കട്ടിയാവേണ്ടതില്ല, എന്നാലേ സോഫ്റ്റ് ഉണ്ടാവുള്ളൂ. ചെമ്മീൻ മുഴുവനും കോരിയെടുത്ത ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റ് ഇടാം. ക്യാരറ്റും ഒന്ന് വഴറ്റിയെടുക്കുക. ഇതും ഒന്ന് വഴലട്ടെ. ഇതിലേക്ക് തന്നെയാണ് നമ്മൾ മഷ്റൂമും ഇടുന്നത്. ക്യാരറ്റിൻ്റെ കൂടെ തന്നെ മഷ്റൂമും ഇട്ടിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിൻ്റെ കൂടെ തന്നെ വേവിച്ച് വെച്ച ബ്രൊക്കോളിയും ഇടാം. കുറച്ചുകൂടി ബട്ടർ ഇട്ട് വഴറ്റാം. ബട്ടർ നല്ലതാണ്. ബട്ടർ ഒന്ന് ഉരുകിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച കാപ്സിക്കം ഇടാം. ചുവപ്പും പച്ചയും മഞ്ഞയും എല്ലാം ഉണ്ട്. ഇത് അധികം വേവേണ്ടതില്ല, ഒന്നും അധികം വേവരുത്. ഇതെല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടറിൽ വേവിച്ച് വെച്ച ചെമ്മീൻ കൂടി ഇടാം. വീണ്ടും കുറച്ചുകൂടി ബട്ടർ ഇടാം. ഇത് ബട്ടർ ചെമ്മീൻ സാലഡാണല്ലോ, അപ്പോൾ ബട്ടർ നന്നായിട്ട് തന്നെ വേണം. എല്ലാം കൂടി ബട്ടറിൽ കിടന്ന് വേവുമ്പോഴാണ് ഇതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് വേറെ ഇടേണ്ടതില്ല. ഇനി ഇതിലേക്ക് ഇറ്റാലിയൻ സീസണിങ് സ്പൈസ് മിക്സ് ഇടാം. റെഡ് ചില്ലി ഫ്ലേക്സും വിതറാം. 2 സ്പൂൺ ഡാർക്ക് സോസും ഒഴിക്കാം. ഇനി കൊറിയൻ ഗോചുജാങ് സോസും ഒഴിക്കാം. ഇത്തിരി കുരുമുളക് പൊടി കൂടി വിതറാം. ഇനി ഫ്രഷ് ക്രീം ഒഴിക്കാം. അത് കുറച്ചധികം തന്നെ ഒഴിക്കണം. ഒന്ന് ഇളക്കിയ ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പിടാം. ഇത് ലൂസ് കൂടുതലുണ്ടെങ്കിൽ കോൺഫ്ലോറിൽ പാലും ചേർത്ത് കലക്കി ഒഴിക്കാം. അപ്പോൾ കട്ടിയാകും. ഇങ്ങനെ ചൂടാറിയാൽ ഒന്നുകൂടി എന്തായാലും കട്ടിയാകും, അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഒന്ന് തിളക്കട്ടെ. ഇനി ഇത് വാങ്ങി വെക്കാം. ഇനി ചൂടാറുമ്പോൾ ഒന്നുകൂടി കട്ടിയാകും. ആദ്യം പറഞ്ഞല്ലോ, ആയിട്ടുണ്ട്. ഇത്രയും മതി. ഒരു സേവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് നല്ല ടേസ്റ്റുള്ളൊരു സാലഡാണ് കേട്ടോ. ഇതിൽ ചേർക്കുന്ന ചെമ്മീൻ അലർജി ഉള്ളവർക്ക് പകരം ചിക്കൻ അല്ലെങ്കിൽ പനീർ കൊണ്ടും ചെയ്യാം, അപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ത്രിവർണ്ണ ബട്ടർ ഷ്രിംപ് സ്റ്റിർ ഫ്രൈ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയൂ. പാർട്ടികൾക്കൊക്കെ വിളമ്പാൻ നല്ല പോഷകസമൃദ്ധമായ ഒരു സാലഡാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.